എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ജൂൺ 25 വൈകുന്നേരം വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ജൂൺ 24 അത് നാളെ വരെയാണ് അതിനുള്ള അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ഫീ പേയ്മെൻറ്റ് അതായത് സക്സസ്ഫുള്ളായിട്ട് പോയിട്ടില്ല, എന്നാൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഫെയിൽഡായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുമോ? അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ഫെയിൽഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നലെയൊക്കെ സെർവറിൻ്റെ ഇഷ്യൂ കാരണം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഫീ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയതായിട്ട് കാണുകയും അതിനുശേഷം പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ടായിട്ട് വന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ റീഫണ്ടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ആ ഒരു UPI ആപ്പ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റും. അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതായിരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഒരു തവണ ഫൈൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് വീണ്ടും നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫീ പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് നടന്നിട്ടില്ല, അതായത് ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അതായത് ഫീ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് വീണ്ടും ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇവിടെ FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എൻ്റർ യുവർ CAP ID, എൻ്റർ യുവർ സെക്യൂരിറ്റി കീ. അവിടെ CAP IDയും സെക്യൂരിറ്റി കീയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു CAP IDയും സെക്യൂരിറ്റി കീയും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു FYUGP രജിസ്ട്രേഷൻ 2025 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ യുവർ ഇമെയിൽ ID അതുപോലെ തന്നെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ആ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പറും അതായത് ഈ ഒരു ഇമെയിൽ ID എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ആയിരിക്കണം. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു SMS ആയിട്ടും അതുപോലെ തന്നെ ഇമെയിൽ ആയിട്ടും ഈ ഒരു CAP IDയും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് എത്തുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിലവിൽ സ്ക്രീനിൽ കാണുന്നത് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്നാണ്. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ഒരു ടാബ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടാബ് എന്ന് പറയുമ്പോൾ ഇവിടെ ബോക്സ് ആയിട്ട് കാണുന്നതാണ് ടാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ മാൻഡറ്ററി ഫീ എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ 575 രൂപയാണ് ഫീസ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC/ST ആണെങ്കിൽ 145 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് UPI നിങ്ങൾ സ്വന്തമായിട്ട് UPI മുഖേനയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പേ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് UPI സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ UPI സെലക്ട് ചെയ്ത് UPI ID കൊടുത്ത ശേഷം വെരിഫൈ ചെയ്ത ശേഷം പേ ഓപ്ഷൻ പോകും. അപ്പോൾ ആ ഒരു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പേ ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു OTP അതായത് OTP അല്ല ഈ ഒരു UPI ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു റിക്വസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക എന്നല്ല, റിക്വസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു UPI ആപ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ UPI പിൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് അതായത് ഇവിടെ ആ ഒരു മാൻഡറ്ററി ഫീസിൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ചില സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഫെയിൽഡ് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ അപേക്ഷ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് നിങ്ങളുടെ SMS ആയിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ചലാൻ റെസിപ്റ്റ് ഓപ്ഷനിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ പേജിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യമാണ്, എനിക്ക് 495 രൂപയുടെ ആ ഒരു റെസിപ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 495 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള ആ ഒരു ഫീസിൻ്റെ റെസിപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചിലപ്പോൾ അത് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിലായിരിക്കും അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് ലഭ്യമാവുക. അപ്പോൾ നിങ്ങൾ അങ്ങനെയെങ്കിൽ ആ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ നിന്നും നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ 495 എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പ് അടച്ചിട്ടുണ്ടായിരുന്ന ഫീസിൻ്റെതാണ്. ഇപ്പോഴത്തെ ഫീസ് നിങ്ങൾക്ക് 575 രൂപയായിരിക്കും. ജനറൽ കാറ്റഗറിക്ക് SC/ST ആണെങ്കിൽ 145 രൂപയാണ് ഫീസ് വരിക. അതുപോലെ OEC വിഭാഗത്തിന് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ 145 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ മാൻഡറ്ററി ഫീസായിട്ട് വരുന്നത് അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അടക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് റെസിപ്റ്റ് വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ആ ഒരു ചലാൻ റെസിപ്റ്റിൻ്റെ ആ ഒരു പേജിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതിലാണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യണം, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിൽ വേറെ ഹയർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് സീറ്റ് അവിടെ കൺഫേം ആയി എന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ അതേസമയം നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ നിലനിർത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ സീറ്റിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇതിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് അഡ്മിഷൻ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ ഒരു സീറ്റിൽ മാത്രമാണ് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുകയും പിന്നീട് ആ ഒരു കിട്ടിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ജൂൺ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ജൂൺ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ, അത് നാളെ വൈകുന്നേരം 5 മണി വരെ എഡിറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.